എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. പിള്ളേരുടെ ഉടുപ്പിൽ എംബ്രോയിഡറി ചെയ്ത് കാണിക്കാമോ, ടേബിൾ മാറ്റിൽ ചെയ്ത് കാണിക്കാമോ, ക്രോഷിയോ, കട്ട് വർക്ക്, അങ്ങനെ കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് 1 by 1 ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും പരിഗണിക്കാം കേട്ടോ. അപ്പോൾ അതിലത്തെ ഇന്ന് ഒരു റിക്വസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ചോദിച്ചിരിക്കുന്നത് ബട്ടർഫ്ലൈ ഡിസൈൻ ഒന്ന് തയ്ച്ച് കാണിക്കാമോ എന്നാണ്. അപ്പം കുറേ ബട്ടർഫ്ലൈ ഡിസൈൻസ് ഉണ്ട്, പല രീതിയിലും നമുക്ക് തയ്ക്കാം. ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്ന ഡിസൈൻ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അതല്ലാണ്ട് വേറെ സ്റ്റിച്ചസ് വെച്ചാണെങ്കിലും തയ്ക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ഡിസൈനിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന എംബ്രോയിഡറി സ്റ്റിച്ച്, ബേസിക് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പം മിക്കവർക്കും തയ്ക്കാൻ അറിയാവുന്ന സ്റ്റിച്ചസ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചസ്. ഞാനിതിപ്പോൾ തയ്ക്കാനായിട്ട് ഒരു ദിവസം എടുത്തോളൂ. അപ്പം ഞാൻ ഈ ഒരു ചുരിദാർ മെറ്റീരിയലിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ എങ്ങനെ തയ്ക്കണേന്നും കാണിക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഡിസൈൻ ചുരിദാറിൽ ഞാൻ പറഞ്ഞു 4 ബട്ടർഫ്ലൈസാണ് ഉള്ളതെന്ന്. അത് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ചുരിദാറിൻ്റെ നെക്ക് ലൈനിൽ ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെപ്തും വൈഡ്നെസ്സും അത് ഏത് സ്റ്റിച്ചൊക്കെയാണ് തയ്ച്ചതെന്ന് ഞാൻ വെച്ചും കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എല്ലാ ദിവസവും പറഞ്ഞവരെ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു ഡാർക്ക് പേർപ്പിൾ റോ കോട്ടൺ മെറ്റീരിയലാണ്. 2.5 മീറ്ററിൻ്റെ റോ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ നടുവേ മടക്കി വെച്ചിട്ട് ആണ് ഞാൻ ഈ നെക്ക് പോർഷൻ വരച്ചിരിക്കുന്നത്. അപ്പം നെക്കിൻ്റെ വരയ്ക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1 ചുരിദാർ മേളിൽ വെച്ചിട്ട് ചോക്ക് വെച്ച് വരയ്ക്കുക. 2 നമ്മൾ എന്തോരം വൈഡ്നെസ്സാണ് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ഡെപ്തും 6.5 ആണ് ഇത് വൈഡ്നെസ്സും എടുക്കുക. അത് നമ്മൾ ടേപ്പിൽ ഇതുവരെ മെഷർ ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ 7 ഇഞ്ച് നമ്മൾ ചോക്ക് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. 2 സൈഡിലും വരച്ചിട്ട് ഇത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും. പിന്നെ ഈ കഴുത്ത് വരയ്ക്കണമെങ്കിൽ 2 സൈഡിലും ഒന്ന് ചോക്ക് വെച്ചൊന്ന് ഈക്വലായിട്ട് ഒന്ന് കേർവ് വരച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഴുത്ത വരയ്ക്കണേ എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് ഒന്നും വരയ്ക്കാൻ അധികം അറിയില്ലാത്ത ആൾക്കാർക്കും ഒരു സ്ക്വയർ സ്ട്രെയിറ്റ് ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. സ്കെയിൽ വെച്ച് വരച്ചിട്ട് ഈ 2 കേർവ് വരയ്ക്കാൻ മാത്രമേ നമുക്ക് പാടുള്ളൂ. അതൊന്ന് ഈക്വലായിട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു നെക്ക് ലൈൻ പാറ്റേൺ നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ചുറ്റും തൊട്ട് പുറകെ തന്നെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തേക്കൂടെ തന്നെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് 3 സ്ട്രാൻഡ്സ്, ഇവിടെ തയ്ച്ചേക്കുന്ന എല്ലാം 3 സ്ട്രാൻഡ്സ് ആണ്. സ്റ്റെം ആയാലും ഫ്രഞ്ച് നോട്ട് ആയാലും 3 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് അന്നേരം 3 സ്ട്രാൻഡ്സ് തയ്ക്കുമ്പോൾ 3 വട്ടം ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ഞാൻ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 4 ഡിസൈൻ വന്നേക്കുന്ന 3 ബട്ടർഫ്ലൈസ് ഒരേ സൈസാണ്. ഇതിൻ്റെ അകത്ത് സൈസ് ബട്ടർഫ്ലൈയുടെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ് ഇതിൻ്റെ വൈഡ്നെസ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ചുമാണ്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ 6.5 3 സൈസ്. അങ്ങനത്തെ 3 ബട്ടർഫ്ലൈസും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ഈ സെയിം സൈസ് ബട്ടർഫ്ലൈ ഇവിടെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഈ കൈക്കുഴി വെട്ടുമ്പോൾ കട്ടായി പോകും. അതുകൊണ്ടാണ് ഇവിടെ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ വെച്ചേക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5, ഹൈറ്റ് വന്നിട്ട് 3 അപ്പം 3.5 3 ഹൈറ്റ് സെയിം തന്നെയാണ്, വിഡ്ത്താണ് കുറവ്. അപ്പം അങ്ങനെ 4 ബട്ടർഫ്ലൈസ് ഇങ്ങനത്തെ ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും ഗ്യാപ്പിങ് 1.5 1.5 വെച്ചിട്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഇങ്ങോട്ടും ഒരു ബട്ടർഫ്ലൈ അങ്ങോട്ടും ആയിട്ടാണ് ഫേസ് ചെയ്ത് ഓൾട്ടർനേറ്റ് അങ്ങനത്തെ ഫേസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വയറിൻ്റെ ഇപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 16 ഇഞ്ചിൽ ആണ് വരെയുണ്ട് ഡിസൈനിങ്. ഹാൻഡ് എംബ്രോയ്ഡറി 16 ഇഞ്ച് വരെ നമുക്ക് ഡിസൈൻ വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് വെച്ച് കാണിക്കാം എങ്ങനെയാണ് ഇട്ടാൽ എങ്ങനെ വരും എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഇത് വരും, കുറച്ചും കൂടെ ഇപ്പം എനിക്ക് അത്രയും വണ്ണം ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ വന്നോളും, കൈക്കുഴിയുടെ അവിടെ കട്ടായി പോകത്തില്ല. ഇത് വയറിൻ്റെ താഴം വരെയുണ്ട് ഡിസൈൻ വന്നിട്ടുണ്ടെങ്കിൽ.
ഇത് നമുക്ക് ഷോൾ ഇടുവാണെങ്കിൽ തയ്ച്ചു കഴിഞ്ഞിട്ട് ഷോൾ ഇടുവാണെങ്കിൽ വൺ സൈഡ് ഷോൾ ഇട്ടാലും കുഴപ്പമില്ല, ഈ തയ്യലൊന്നും കവർ ചെയ്ത് പോകത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ കഴുത്തേ കൂടെ ഇടാം. ഷോൾ മേടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ക്രീമും ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഷോൾ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ പിങ്കും ബേബി പിങ്കും കൂടെ വരുന്ന ഷോൾ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും. അപ്പോൾ ഇത് കുർത്തിയായിട്ടാണെങ്കിലും വേണമെങ്കിൽ തയ്ച്ചിടാം, ഷോളൊന്നും ഇല്ലാണ്ട്. അതല്ല ചുരിദാറായിട്ട് തയ്ക്കുവാണെങ്കിൽ ഷോളിന് ഞാൻ പറഞ്ഞ ഈ ഒരു കളർ കോമ്പിനേഷൻ ഷോൾ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. നെക്കിലാണെങ്കിലും ഒരു കുഞ്ഞു പൈപ്പിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെക്ക് ലൈൻ തയ്ച്ചിട്ടുണ്ട്. അപ്പം കഴുത്തിൽ വേറെ ഇതൊന്നും ചെയ്യേണ്ട കാര്യവും ഇല്ല. അപ്പം ഇതുപോലെയാണ് ഈ ഒരു ചുരിദാർ വരുന്നത്. അപ്പം നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ഇവിടെ ഫ്രെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 4 ബട്ടർഫ്ലൈ ഡിസൈനാണ് ഈ ടോപ്പിൽ വരുന്നത്. ഒരു ബട്ടർഫ്ലൈ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈയുടെ നടുക്ക് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആങ്കറിൻ്റെ ത്രെഡ് 3 strands ആണ് എടുത്തേക്കുന്നത്. ഈ കളർ കോഡ്, ഈ ത്രെഡിൻ്റെ കളർ കോഡ് 361 ആണ്. ഒരു ക്രീം കളർ ത്രെഡാണ്, ലൈറ്റ് ക്രീം കളർ ത്രെഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് ഇങ്ങനെ വട്ടത്തിലല്ല, ഇങ്ങനെ ചെരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെരിച്ച് കൊത്തി എടുക്കുക. ഇതിപ്പോൾ നമുക്ക് 6 strands വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ 3 strands ഉപയോഗിച്ചിട്ടുള്ളൂ. 6 strands ആകുമ്പോൾ കുറച്ചും കൂടെ തടിച്ചിരിക്കും. അപ്പോൾ ചെരിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ തൊട്ട് ഇവിടെയല്ല എടുക്കുന്നത്, കുറച്ച് മേലിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെയിം ഇതിൽ തന്നെ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് പോരുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ത്രെഡിൻ്റെ എമൗണ്ട് കുറവായി വരും. ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ നടുക്കത്തെ ബട്ടർഫ്ലൈയുടെ നടുക്കത്തെ പോർഷൻ മുഴുവനും ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും സാറ്റിൻ സ്റ്റിച്ചിനെ അടുപ്പിച്ച് തയ്ക്കണം, അല്ലെങ്കിൽ ഗ്യാപ്പ് വരും. ഇൻ കേസ് ഇനിയിപ്പോൾ ഗ്യാപ്പ് വരുവാണെങ്കിൽ അത് ഇടയിൽ കൂടെ ഒന്ന് കുത്തി ആ ഗ്യാപ്പ് വന്നേക്കുന്നത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് നടുക്കത്തെ പോർഷൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത് നേരത്തെ നമ്മൾ തയ്ക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു സാറ്റിൻ സ്റ്റിച്ച് അല്ല ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കണേന്ന്. ഇങ്ങനെ താത്തിയിട്ട് ഇവിടെ നമ്മൾ നടുക്കായിട്ട് നമ്മൾ എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇങ്ങനെ ബോർഡറിൽ തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ തയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റെം സ്റ്റിച്ച് തയ്ച്ച് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് നമ്മൾ. അതും ഈ 3 strands തന്നെ ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതിപ്പോൾ വേറൊരു കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ തയ്ക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും തയ്ക്കാം. ഇതിപ്പം നടുക്ക് തയ്ച്ചതിൻ്റെ നേരെ വേറൊരു കോൺട്രാസ്റ്റ് കളർ വിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും തയ്ക്കാം. ഇതുവരെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് എടുത്ത് അത് ഔട്ട്ലൈൻ ഒന്ന് തയ്ച്ച് തീർക്കാം. ഇപ്പം നമ്മൾ നടുക്ക് സാറ്റിൻ സ്റ്റിച്ചും അതിന് ചുറ്റും ഔട്ട്ലൈനായിട്ട് സ്റ്റെം സ്റ്റിച്ചും തയ്ച്ചു കഴിഞ്ഞു. ഇനി മേളിലോട്ട് ഈ ബട്ടർഫ്ലൈയുടെ കൊമ്പ് തയ്ക്കാം. അതും നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. സെയിം ത്രെഡ് ഇട്ട് തന്നെയാണ് തയ്ക്കുന്നത്. 3 strands ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെയാണ്. മറ്റേപ്പാട് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിന് എനിക്ക് എളുപ്പം ഇതായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. മറ്റേപ്പാടും തയ്ക്കാം. ഈ വൈറ്റ് കാർബൺ പേപ്പറൊക്കെ വെച്ച് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി കൈ കൊണ്ട് ഒരഞ്ഞിങ്ങനെ ഇപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ കൈ മുട്ടും. അപ്പോൾ അങ്ങനെ ഒരഞ്ഞ് കാർബൺ പേപ്പറിൻ്റെ ആ വൈറ്റ് കളർ ഡിസൈൻ വരച്ചത് പയ്യെ മാഞ്ഞു പോകും. വൈറ്റും യെല്ലോയും ഇടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ബ്ലാക്ക് ആയാലും ബ്ലൂ ആയാലും അങ്ങനെ അത് ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല, നമുക്ക് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ വരയ്ക്കുമ്പം പെട്ടെന്ന് തന്നെ തയ്ച്ച് തീർക്കണം. വരച്ച് വെച്ചിട്ട് കുറേ നാൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഡിസൈൻ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ഈ കൊമ്പിന് സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു. ഇനി വന്നിട്ട് ഈ ഒരു കുഞ്ഞ് വട്ടത്തിന് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് വീണ്ടും ചെയ്യുന്നത്. അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞ് മതി എന്നുണ്ടെങ്കിൽ 6 strands കൊണ്ട് ഒരു ഫ്രഞ്ച് നോട്ട് ആയാലും ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. 6 strands മാത്രം ഇട്ട് തയ്ച്ച് പഠിക്കാണ്ട്
2ഉം 3ഉം 4ഉം എല്ലാ സ്ട്രാൻഡ്സും ഇത്തിരി ആയിട്ട് തയ്ച്ച് പഠിക്കണം. 6 സ്ട്രാൻഡ്സ് ഇടുമ്പോൾ പെട്ടെന്ന് ഫില്ലാകും, നീറ്റ്നെസ് കുറച്ചും കൂടെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് അങ്ങനെ തയ്ക്കുന്നവരുണ്ട്. അപ്പം അത് മാറ്റിയിട്ട് 3 ആയാലും 2 ആയാലും എല്ലാ സ്ട്രാൻഡ്സും ഇട്ട് തയ്ച്ച് പഠിക്കണം. അപ്പം നമ്മളിവിടുത്തെ ഈ ഒരു മൊട്ടും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ലൈൻസ് എല്ലാം നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ച് തീർക്കാം. അപ്പം നമ്മൾ ബട്ടർഫ്ലൈയുടെ ഈ ലൈൻസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞ് ഇനി പൂക്കളാണ് തയ്ക്കുന്നത്. അതിന് ഞാൻ എടുക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. ഡബിൾ ഷെയ്ഡ് ത്രെഡിൻ്റെ കളർ കോഡ് 1205 1205 ആണ് എൻ്റെ കളർ കോഡ്. അപ്പോൾ ഈ ഒരു കളറും പിന്നെ ഈ ക്രീം കളറും ഇട്ടാണ് ഇവിടുത്തെ ഫ്ലവേഴ്സ് എല്ലാം, ബട്ടർഫ്ലൈയുടെ ഫ്ലവേഴ്സ് എല്ലാം തയ്ക്കുന്നത്. അപ്പോൾ അതും 3 സ്ട്രാൻഡ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പൂവിന് ഈ കളർ ത്രെഡ് വിട്ട് നമ്മൾ തയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 കളറാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫ്ലവറിന് 6 പെറ്റൽസ് ആണ് തയ്ക്കുന്നത്. കുറച്ചും കൂടെ തിക്കായിട്ട് നിങ്ങൾക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ പെറ്റൽസിൻ്റെ നമ്പർ കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ റോ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരേ ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞിട്ട് കെട്ടിട്ടിട്ട് അടുത്ത ഫ്ലവർ തയ്ക്കാൻ പോകണമെന്നില്ല. അടിയിൽ കൂടെ എടുത്തുനിന്ന് വെച്ച് കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്തുള്ള പൂവ് തയ്ച്ച് പോവുക. ഒത്തിരി ദൂരത്തോട്ട് വലിക്കേണ്ട. എന്ന് വെച്ചാൽ ഇടയ്ക്ക് മറ്റേ കളർ ത്രെഡ് ഇട്ട് ഞാൻ തയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് തയ്ക്കാനുള്ള അടുത്ത് ആ പൂ തയ്ക്കുന്ന വരുമ്പം ഒന്ന് കെട്ടിട്ടിട്ട് പിന്നെ അടുത്ത പൂ ആ കളറുള്ള ത്രെഡും കൊണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ത്രെഡ് എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി ദൂരത്തോട്ട് വലിച്ചു പോകരുത്. ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൂ തയ്ച്ച് കഴിയും ഇങ്ങനെ ഇത് സെയിം ത്രെഡ് വെച്ച് തന്നെ ഫ്രഞ്ച് നോട്ടും തയ്ക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഒരേ പൂവിൻ്റെയും അതും കൂടെ തയ്ച്ചങ്ങ് പോകാം. പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇവിടെ 3 സ്ട്രാൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ 3 വട്ടം ചുറ്റുന്നുണ്ട് ഫ്രഞ്ച് നോട്ട് തയ്ക്കാനായിട്ട്. പൊങ്ങി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 വട്ടം ചുറ്റിയതായതുകൊണ്ട് ചിലപ്പോൾ പൊങ്ങിപ്പോരും. അതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ കൂടെ എടുത്ത് ഒരു വട്ടവും കൂടെ ഈ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് കുത്തി ഉടക്കി വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ഒരു പൂ തയ്ച്ചു കഴിഞ്ഞു ആ ത്രെഡ് യൂസ് ചെയ്ത്. ഇനി ഈ ക്രീം കളർ ത്രെഡ് ഇട്ടിട്ടാണ് ഇവിടുത്തെ 2-3 ത്രെഡ് ഇവിടുത്തെ ഈ പൂക്കളൊക്കെ തയ്ക്കുന്നത്. അപ്പം കുറച്ച് ഈ കളറും കുറച്ച് ഈ കളറും 2 കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ബട്ടർഫ്ലൈയുടെ ഫ്ലവേഴ്സ് എല്ലാം തയ്ക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ എല്ലാ ഫ്ലവേഴ്സും ലേസി വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഡിസൈൻ ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മൾട്ടിപ്പിൾ കളേഴ്സാണ് ഫ്ലവേഴ്സിനൊക്കെ വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് സാറ്റിൻ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ലേസി ഡേസി, ഫ്രഞ്ച് നോട്ട്, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് ഇതെല്ലാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ബട്ടർഫ്ലൈ നമ്മൾ തയ്ച്ചേക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.